ഹലോ ഹായ് കൂട്ടുകാരെ, ഇപ്പോൾ വൈകുന്നേരത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടാലോ. അപ്പോൾ വൈകുന്നേരത്തെ കുറച്ച് ചപ്പാത്തി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വയറ് വിശക്കുന്നു, മഴയല്ലേ. അങ്ങനെ പിന്നെ എല്ലാവർക്കും ചപ്പാത്തി ചുട്ടു. പലരും പല കറിയൊക്കെ കൂട്ടിയാണ് തിന്നുന്നത്. അപ്പം നമ്മുടെ സിന്ധുജ 2 ജാം കൊണ്ടുവന്നു കേട്ടോ, പ്യുവർ ഹെർട്ടിൻ്റെ. അപ്പോൾ അതങ്ങനെ ഇവിടെ മേടിക്കാറില്ല കേട്ടോ. അവൾ അങ്ങനെ കൊണ്ട് തന്നപ്പം പിന്നെ മക്കൾക്ക് അത് തേച്ച് തന്നാൽ മതി. അപ്പം ഞാനും കഴിച്ച് നോക്കി, നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അവന് നിറച്ച് തേക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നു കേട്ടോ. കുറച്ച് തോന്നായിരുന്നു, എന്നാലും പെയ്തു. ഇപ്പോൾ തണുപ്പായി. തോന്നി വെള്ളമാവും കൊണ്ടുപോയി കേട്ടോ. ഇനി അടുത്തത് തേക്കുക. കൊള്ളാവോ? ഇപ്പോൾ ഒരെണ്ണം ഞാൻ തിന്നാം. തിന്നു. എനിക്ക് ഒരുപാട് വേണ്ട, ഓവർ വേണ്ട, ചെറുതായിട്ട് കേൾക്കാം. അപ്പോഴേക്ക് ചേട്ടൻ വന്നു കേട്ടോ, കാണിച്ചു തരാം. മീനുണ്ട്. അതാണ് എൻ്റെ സ്പെഷ്യൽ. മുട്ടെല്ലാം അവിടെ തിന്നാൻ കൊള്ളാം, നമുക്കറിയാം. അപ്പോൾ ഇവിടെ ചുടും. മോളപ്പോൾ ചുടത്തില്ലേ? അപ്പോൾ അച്ഛനോട് രണ്ടാമത് ചുട്ടു കൊടുക്കും. അങ്ങനെ കാരണം തിന്നു നോക്കിച്ച് നല്ല ടേസ്റ്റ് ഉണ്ട്. നോക്കിനകത്തല്ലോ കുഴപ്പമൊന്നും. അപ്പം മോള് വൃത്തിയാക്കിയിട്ട് ഇനി ചപ്പാത്തി ഇട്ടത്തോളൂ കേട്ടോ. ഞാൻ ഒരെണ്ണം കഴിച്ചു, എനിക്കത് മതി. ഇനിയിപ്പോൾ ചേട്ടൻ എണ്ണം വേണമെന്ന് പറഞ്ഞു. തിന്നപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാനങ്ങനെ ഇത് കൂട്ടി കഴിച്ചിട്ടില്ലായിരുന്നു, പക്ഷെ ഇപ്പോൾ കൊള്ളാം. എന്താ ഇതിനകത്തൊരു കട്ട കിടക്കുന്നുണ്ട്. അങ്ങനെ അത് വൃത്തിയാക്കട്ടെ. അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ അത് എടുക്കുമ്പോൾ കാണാം. നാളത്തേക്കുള്ള മീനും തന്നു നോക്കാം. കുറച്ച് ദിവസമായിട്ടാണ് മീൻ കിട്ടിയിട്ട്. എപ്പോഴും സാമ്പാറും തീയലൊക്കെ തന്നെ. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ നിങ്ങളെ മടുപ്പിക്കണ്ടെന്ന് വെച്ചിട്ട് അതൊന്നും എടുക്കാത്തത്. കാണുന്നില്ല. അതിനകത്ത് എടുത്ത് ഞാൻ വീഡിയോയിൽ ഇങ്ങോട്ടൊന്നും ഇതൊന്നും തട്ടിയിടും, കാണാൻ പറ്റുന്നില്ല. ചേട്ടാ തട്ടിയിടുന്നുണ്ട് കേട്ടോ, വെട്ടാനായിട്ട്. അപ്പം നമുക്ക് നോക്കാം. കുറച്ചല്ലേ ഉള്ളൂ, ഞാൻ വെച്ച് തോന്നിയുണ്ടോ. ഭയങ്കര വിലയാണ് കേട്ടോ, അതുകൊണ്ടാണ്. നല്ല ചാള. പക്ഷെ ഞാൻ കഴിക്കത്തില്ല. അപ്പം ഞാൻ മീനൊന്നും കഴിക്കത്തില്ലല്ലോ. ഒരാളത് വൃത്തിയാക്കിയിട്ട് ചപ്പാത്തി ഇടാൻ പോകും. നിനക്ക് എത്ര എണ്ണം, അച്ഛൻ എത്ര എണ്ണം? എണ്ണ ഒഴിക്കുന്ന? ഞാൻ എണ്ണ ഒഴിക്കാതെ ചുട്ടത്. അങ്ങനെ ഒരാൾ അവിടെ ചുടുന്നു, മറ്റാൾ മീൻ വെട്ടാനായിട്ട് പോകുന്നു. അവിടെ ആ കാർബോണിൻ്റെ പുറത്ത് പോയി, അല്ലെങ്കിൽ തറമൊത്തവും കുളമാവും. കുഞ്ഞുള്ള മോള് കൊഞ്ഞ കൂടി ഇപ്പം ഭയങ്കര കൊഞ്ഞായിട്ട് വന്നിരിക്കുന്നു. ഞാൻ പറഞ്ഞ് മെൻസറി കാണിച്ചുവിടായിരുന്നു. മോൻ്റെ പനിയുടെ കാര്യമാണ് പറഞ്ഞു കേട്ടോ. അവന് അടുത്തൊരു ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു. അപ്പം നല്ല പൈസയാണ്. ആ പൈസ ഉണ്ടെങ്കിൽ മെൻസറി കാണിക്കാം, അത് പെട്ടെന്ന് മാറുകയും ചെയ്യും. ഇഞ്ചക്ഷൻ എടുത്തെന്ന് പറഞ്ഞു. നല്ല പനിയുണ്ടായിരുന്നു കേട്ടോ. അറിയാത്തവരുണ്ടെങ്കിൽ പഠിച്ചോളൂ. വളരെ നീറ്റായിട്ട് ചേട്ടൻ വിട്ടു, എന്നെക്കാട്ടി നീറ്റായിട്ട്. ഞാനാണെങ്കിൽ മൊത്തം മുറിച്ചും കളയും. ചിലമ്പര് കളഞ്ഞു. കത്രിക എടുത്തിട്ടുണ്ട്, വാരി മുറിച്ചു. തല വെട്ടുന്നതിന് എന്താ വെച്ചാൽ അല്ല, കുടലും മുണ്ടൊക്കെ ചാടിക്കാൻ വേണ്ടി സൈഡൊക്കെ എടുത്തു. അതിൻ്റെ തല നിർത്തിക്കൊണ്ടാണ്. തല പൊരിക്കാനാണ്, അല്ലെങ്കിൽ തികയത്തില്ല. ഇവിടെ എല്ലാവർക്കും പൊരിച്ചത് തോന്നിയും വേണം. ഇനി അതിൻ്റെ പള്ളയിൽ അഴുക്ക് മൊത്തം ചിരണ്ടി കളയും. അപ്പോൾ നല്ല കറുപ്പൊക്കെ കളഞ്ഞ് നല്ല ശുദ്ധിയാക്കി ഈ മൊത്തം വിട്ടിട്ട് കാണിക്കാം. ഇവിടെ ചപ്പാത്തി ഇട്ടുകൊണ്ടിരിക്കുന്നു. എന്തെങ്കിലും പറയടി, അവൾ ഉറക്കം മിണ്ടാതിരിക്കും. ഞാൻ തന്നെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കണം. ഇവിടെ കൂടുതൽ ചിലയ്ക്കുന്നത് ഞാൻ തന്നെയാണ് കേട്ടോ. ഇവിടെ എല്ലാം ഭയങ്കര സൈലൻ്റാണ്. കുറവുണ്ടെന്ന് മോള് പറയുന്നത് കേട്ടോ, മുഖമൊക്കെ മാറ്റം ഉണ്ടെന്ന്. അടികൂടൽ അതുകൊണ്ട് എന്നെ വെറുതെ വിട്ടത്. എൻ്റെ കൈയും കാലും വയ്യാത്തോണ്ടേ അവൾ എന്നെ വെറുതെ വിട്ടത്. ഇരുട്ടായി തുടങ്ങി, പക്ഷേ ഇത് മഴയുടേത്. അത്ര സമയമായില്ലെന്ന് തോന്നുന്നു. ഞാനെന്താ ചുവന്ന കറുത്ത അങ്ങനെ ഇരിക്കുന്നു, വെളുത്തിരിക്കുന്നു. എന്തോ ഒരു കളർ വ്യത്യാസം. അവിടെ അതോ മീൻ വെട്ടൽ, ചപ്പാത്തി ഉണ്ടാക്കൽ. നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ എല്ലാം. ഒരെണ്ണം എനിക്കും കൂടെ ന്യൂട്രല തേച്ച് അവൾ സാമ്പാർ കൂട്ടി തിന്ന് എനിക്ക് ന്യൂട്രല തേച്ച് തരാമെന്ന്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്, നീ തിന്ന് നോക്ക്. ഇന്നലെ ഒരു കുപ്പി തീർത്ത് വെച്ചവളായി പറയാം. നമ്മൾ 2 കുപ്പി കൊണ്ടുവന്നു കേട്ടാ.
തിന്ന് മൊത്തം തീർത്തു. അവൾക്ക് വെറുതെ വാരി തിന്നാൽ ഇഷ്ടമാണ്. മൊത്തം വാരി തിന്നു. ഞാൻ വിചാരിച്ച അതിനകത്തുണ്ടെന്ന്. സിന്ധുജ കേൾക്കുന്നെങ്കിൽ കേട്ടല്ലേ. മോൾ ഒരു കുപ്പി തിന്നിട്ടുണ്ട്, ഒരു കുപ്പി ഇന്ന് പൊട്ടിച്ചിട്ടുണ്ട്. നാളെ ചിലപ്പം കാണുമെന്തോ. എന്നാലും എനിക്കത്ര ഇഷ്ടമല്ലെന്ന്. പക്ഷേ ഇപ്പോൾ ചപ്പാത്തിയായിട്ട് അവൻ്റെ കണ്ടുപിടുത്തം തിന്നപ്പോൾ. പിന്നെ അവൻ ടി വിയിൽ കണ്ടിട്ടുണ്ടല്ലേ? അല്ല, ടി വിയിൽ കണ്ടിട്ടുണ്ട് പിള്ളേർ തിന്നുന്നു. തന്ന് ഞാൻ തന്നെ കഴിക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം മധുരമുണ്ട്. കറിയെക്കാട്ടി ഇതാണ് എളുപ്പം. ജോലി എളുപ്പമുണ്ട്. കടയിൽ നിന്ന് ചപ്പാത്തി പിടിക്കുക, ന്യൂട്രല്ല കൊണ്ടുവരാം. പക്ഷെ അതിന് ഭയങ്കര വിലയാണ്. പിന്നെ ചിന്തിത തന്നതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. നമ്മുടെ മീൻമട്ടി ഇതുവരെ തീർന്നില്ല. കുറച്ച് മീനുണ്ടല്ലോ. അങ്ങനെ ഇവിടെ മീൻ വെട്ടലൊക്കെ ഗംഭീരമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. മുറിച്ചിടുവാണ്. കറിക്ക് പൊരിക്കാൻ തല മാത്രമേ ഉള്ളൂ, മീൻ കറിക്ക് മീൻ മാത്രമേ ഉള്ളൂ. അവിടെ നിന്ന് ചിരിച്ചോണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞ തെറ്റിപ്പോയത്. അല്ല, ആ മീനും എടുത്ത് പൊരിക്കുന്നു. എന്നിട്ട് തല മാത്രമേ പൊരിക്കത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർക്ക് 3 പേർക്കും മതിയല്ലോ, എനിക്ക് വേണ്ടല്ലോ. അപ്പം ഐഡിയപരമായിട്ട് കാര്യങ്ങൾ ചെയ്യുവാണ്. ഒരെണ്ണം കുറഞ്ഞു കിട്ടി. എനിക്കെന്താണെന്നറിയാമേ, അപ്പോൾ എല്ലാം വെറുപ്പാണ്. മീൻ വെറുപ്പ്, എന്തൊക്കെയോ വെറുപ്പുകൾ. അയ്യോ, 4 എണ്ണം പൊരിക്കുന്നു. എനിക്ക് വേണ്ട. 4 എണ്ണം പൊരിച്ചാൽ ഇവിടെ അടിയാവും രാത്രിയാകുമ്പോൾ. അയ്യോ, 5 എണ്ണം പൊരിക്കുന്നു. പൊരിക്കാനാണ്? അല്ല, ഇത് കറിയിൽ വരഞ്ഞിടാനും വേണ്ടാന്ന് തോന്നുന്നു. ആണ് എന്തെങ്കിലും ഒന്ന് വാടുത്തത് എടുത്തത്. അപ്പം ഞാൻ കഴിക്കുമ്പോൾ മാത്രം 1 മീനോ 2 മീനോ പൊരിക്കത്തുള്ളൂ. ഞാൻ കഴിക്കത്തന്നെ കാര്യമായിട്ട് മീൻ പൊരിക്കാൻ ഇതാ വാരിയിട്ടിരിക്കുന്നു. മീൻ ഇത്രയും തലയും ഉണ്ട് പൊരിക്കാൻ. വേണ്ട, കറി വെച്ചാലേ മീൻ അവനങ്ങനെ കൂട്ടത്തില്ല. മോള് മാത്രം ഇച്ചിരി വേണം കൂട്ടിയാലേ ആവും. എന്തൊക്കെയോ പരിപാടികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി പൊടിയിലെടുക്കാൻ പോകുന്നു. ഞാൻ പറഞ്ഞ് കൈ കഴുകിയിട്ട് പൊടിയെടുക്കാവുന്ന കാര്യം. അല്ലെങ്കിൽ അതിനകത്ത് മീൻ്റെ മണം വരത്തില്ല. ആദ്യമേ കുരുമുളകിട്ട് അവിടെ തിരിച്ചുകൊണ്ടിരിക്കും. തിരിച്ചെന്തെങ്കിലും പറഞ്ഞുകൂടെ? അപ്പോൾ ആ മഞ്ഞപ്പൊടി ഇട്ട്, പൊടി ഇട്ട്, പിന്നീടാട്ട് ഉപ്പിടുവാണ്. ഇനി എല്ലാം പുരട്ടി എടുത്ത് ഫ്രിഡ്ജിൽ വെക്കും. ഇപ്പോൾ രാവിലെ ആകുമ്പോൾ കറി വെക്കാനും പൊരിക്കാനും. നമുക്ക് എത്ര എണ്ണം പൊരിക്കും നോക്കാം. കാര്യം ഇത്രയും പൊരിക്കാൻ സാധ്യതയില്ല. എൻ്റെ ഒരു കണക്കൂട്ടലനുസരിച്ച് തല എത്ര ഉള്ളതുകൊണ്ട്. അപ്പം നമുക്ക് നോക്കാം. നമ്മളെല്ലാം മിക്സിങ് പരത്തി ചെയ്യുന്നു. ഉണ്ടോ? നന്നായിട്ട് മിക്സൊക്കെ ചെയ്യുന്നുണ്ടോ? ഇവിടെ എനിക്കാരും ഹോട്ടലിൽ പോയാൽ രക്ഷപ്പെടും. ഹോട്ടൽ പണിയിലോട്ട് തിരിഞ്ഞാലും. ആദ്യമേ മീൻ പറക്കിയിടുന്നു. അയ്യോ, അത്രയും പൊരിക്കുന്നു. കറിയേ വെച്ചാൽ മോൻ അങ്ങനെ കൂട്ടത്തില്ല കേട്ടോ. മോളും മീൻ പൊരിച്ചുണ്ടെങ്കിൽ അത് പറക്കിയെടുത്തോണ്ടിരുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ ചെയ്യുന്നത്. എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ലാസ്റ്റ് നോക്കാം. അപ്പോൾ അതാ ഓരോന്നും ഇങ്ങനെ നല്ലതായിട്ട് പുരട്ടി മാറ്റി വെക്കുകയാണ്. പിന്നൊരു സന്തോഷം, ഇന്ന് വരെ വീണില്ലല്ലോ. ഇപ്പം വരെ വീണില്ല. വീഴുമെന്നറിയാൻ മതി. കാല് ഭയങ്കര വേദന കേട്ടോ. ഒരുപാട് സമയം നിൽക്കാൻ പറ്റത്തില്ല. അതാണ് ഞാൻ പെട്ടെന്ന് ഇരിക്കുന്നത്. അത് പറഞ്ഞാൽ ഇനി അടുത്ത ടെസ്റ്റ് തരും. അതുകൊണ്ട് അതൊന്നും ഞാൻ പറഞ്ഞില്ല. മീൻ മാത്രമേ പൊരിക്കുന്നുള്ളൂ. അപ്പോൾ തല എന്തായാനാ? മീൻ പൊരിക്കാനുള്ള എല്ലാം മാറ്റി വെച്ച് കണ്ടോ. നല്ല സുന്ദര കുട്ടപ്പനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി തലയ്ക്കുള്ള മസാല അതിനകത്തുണ്ടോ? അത്രയും തികയത്തില്ലല്ലേ. അതുകൊണ്ടോ കറി വെക്കാൻ ഇച്ചിരി എടുത്തോളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ മക്കൾക്ക് കറി വെച്ച മീൻ വേണ്ടല്ലോ. അവർക്ക് തലയും പൊരിച്ചു കൊടുത്താലും നല്ലോണം തിന്നോളും. പക്ഷെ അത്രയും മസാല മതിയായിരുന്നില്ലേ? ഞാൻ വെച്ച് കുറവാണ്. അപ്പം ആ കറി വെക്കുന്ന ഇത്ര മീനേ കറി വെക്കുന്നുള്ളൂ. കാരണം ചേട്ടന് മാത്രം മതി, വേണമെന്നില്ല. അച്ചാറുണ്ട്, മാങ്ങാച്ചാർ. സിന്ധുജ കൊണ്ടുവന്ന മാങ്ങാച്ചാറുണ്ട്. അപ്പം നാളത്തെ കാര്യം കുശാലായി. എൻ്റെ കാര്യമില്ല. ഞാനിനി എന്തൊക്കെയോ അവിടെ തള്ളി പൊട്ടിച്ച് നോക്കട്ടെ എന്താണ്. ഒരു പാത്രം തള്ളിയിട്ട് ഇത്രയും സൗണ്ട് കേട്ടത്. വയ്ക്കാനുള്ള പാത്രം തിരക്കുവാണ്. പാത്രത്തിൽ ഇടുന്നു. പൊരിക്കാനുള്ളത് പുറക്കിയിട്ട് ഇത്തിരി പൊരിച്ചു തിന്നാനുള്ള പരിപാടിയാണ്. ഇത് നാളത്തേക്ക്.
ഇവർ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പിന്നെ മൂകനും ബദരിനും ആട്ട് ചെവിയും കേൾക്കത്തില്ല വായും തുറക്കത്തില്ല. ഇത് നിർത്തി കഴിയുമ്പം പറയും കണ്ടോ കണ്ടോ ഓരോ കണ്ടോ. വെള്ളത്തിലാണ് മീനെടുത്ത് ഫ്രീസറിൽ വെക്കാൻ പോകുന്നത്. അപ്പോൾ ചേട്ടൻ പറയുന്നത് ഫ്രഷായിട്ടിരിക്കുന്നു, നിങ്ങൾ പരീക്ഷിച്ചോക്കെ. അതിന് ഉപ്പുണ്ട്, മുളക് പൊടിയുണ്ട്, പറയുന്ന കേൾക്കാൻ പറ്റത്തില്ല. അതിനകത്ത് നമ്മൾ മീൻ പൊരിക്കാനായിട്ട് എല്ലാ സാധനങ്ങളും ഉണ്ട്. അത് ഫ്രീസറിൽ വെച്ചാൽ ചേട്ടൻ്റെ ടിപ്സാണ്. നല്ല ഫ്രഷായിട്ടിരിക്കുന്നു കേട്ടോ. തലയാട്ടുന്നുണ്ട്, നിങ്ങൾ കണ്ടല്ലേ തലയാട്ടുന്നു. അങ്ങനെ ഇതാ ഫ്രിഡ്ജിൽ വെക്കുന്നു. ഞങ്ങളെ വീട്ടിൽ വലിയ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. കുഞ്ഞു ഹലോ കുട്ടി, എന്തെങ്കിലും 2 വാക്ക് സംസാരിക്കൂ. ഇവിടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും എതിരേതും മൂകരുമാണ് കേട്ടോ. ചേട്ടനെ പോലെ ഒന്നും പറയത്തില്ല. ഉണ്ട് ചിരി വരാനൊക്കെ ഭയങ്കര പാട്. കുറേ എണ്ണം നിന്ന് കാല് ഭയങ്കര വേദന. ഓരോന്ന് മാറുമ്പോൾ ഓരോന്ന്. അങ്ങനെയാണ് എൻ്റെ കാര്യങ്ങൾ. മുടിയൊക്കെ കണ്ടോ, എല്ലാം ഒരു പരിപാടി. ഇത് ഞാൻ നേർച്ച നിർത്തിയേക്കും കേട്ടോ മുടി വെട്ടാനായിട്ട്. നമ്മൾ അസുഖം മാറിയിട്ട് നേർച്ചയ്ക്ക് വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നാളെ കാണാം. ഓക്കേ, ബൈ.